നമസ്കാരം വിശ്വ മ്യൂസിക്. നമ്മൾ ഇന്ന് അദ്ദേഹത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരാണ് വിശ്വ മ്യൂസിക്? നമുക്ക് വീഡിയോയിലേക്ക് തന്നെ ഡയറക്റ്റ് പോവാം. ഒരുപാട് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് അയച്ചു തന്നത്. 17 മിനിറ്റ് 24 സെക്കൻഡ്. ക്ഷമിക്കണേ, എന്നോട് കുറച്ച് കാശ് കിട്ടി കിട്ടും. വിശ്വ റോക്കറ്റ് ഇട്ടോളാം മോനെ. സമയമല്ല സംസാരിച്ചിരിക്കാൻ. എന്താ പറ്റിയേ? എന്റെ നെറ്റ് തീർന്നു. അതിന് ചെയ്യണം. അപ്പൊ അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ന് വിശ്വയുടെ പാട്ട് റിലീസാണ്. അതിന് അതിലൊരു കോഡ് ഉണ്ട്. ആ കോഡ് ഇട്ട് ഞാൻ വിശ്വയ്ക്ക് മെസ്സേജ് അയച്ചാ വിശ്വയോടൊപ്പം എനിക്ക് KFC കഴിക്കാം. ഇതൊക്കെ എപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അയ്യോ, വിഷ്ണുക്കൊപ്പം നമുക്ക് KFC കഴിക്കാം. ഒരു മൈരൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു മൈക്കും പിടിച്ചിട്ട്. വിശ്വ അറിയാമോ? വിശ്വനെ അറിയാമോ? വിശ്വയെ അറിയാമോ? പറഞ്ഞ് ജയിപ്പിക്കുന്നതാണ്. അത് കാണുന്ന നമുക്കും അറിയാം. എന്നാലും അവന്റെ കോഡുണ്ട്. വിശ്വയുടെ സ്ഥിതിയാണ് ഇവിടത്തെ മെയിൻ. ഇതൊക്കെ പോയി ആദ്യം ചെക്ക് ചെയ്യ്. എന്തേ സംസാരിക്കാൻ സമയമല്ല, ഞാൻ പെട്ടെന്ന് ഐഡിയ നമ്മളും കൂടി എടുത്ത് പറയേ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇന്നത്തെ പാട്ട് കണ്ടാൽ മതി. പാട്ട് കണ്ടാൽ അതിലൊരു കോഡ് ഉണ്ട്. ആ കോഡ് എടുത്ത് വിഷുക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് KFC കിട്ടും. വിഷുയുടെ കൂടെ എടുത്ത് KFC കഴിക്കാം, പാട്ടും കാണാം. ഇത് കൊള്ളാം കേട്ടോ. ഇതാരടാ ഉരുണ്ടു പോന്നേ? പാവം വിശ്വയുടെ ഓരോരോ പരിപാടികളെ. എടാ തള്ളേ, ദേ ഒരു വെള്ളക്കാരി. ഹായ്, എക്സ്ക്യൂസ് മീ. ആരാ മനസ്സിലായില്ല? എന്താ ചെയ്യാ ദൈവമേ? എന്തൊരു ഒറിജിനാലിറ്റി ആണ്. അതാ മനസ്സിലായില്ല. എന്നിട്ട് ഇപ്പേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോക്ക് വേണ്ടിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. ഓക്കെ, റാപ്പ് സിംഗറിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഇയാൾ പറഞ്ഞ ഗിഫ്റ്റ് വാങ്ങി തരും. ഒരു വഴി കാണിച്ചു താ. എന്ത് ഗിഫ്റ്റ് വേണ്ടേ? ഭയങ്കര ചൂടാണ്. 2 ബീർ എടുത്താൽ വാങ്ങി തരാം. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ ഫോളോ ചെയ്തിരിക്കണം. 2, അദ്ദേഹം റാപ്പ് സിംഗർ ആണ്. അദ്ദേഹത്തെ എവിടെയോ ഞാൻ കേട്ടിട്ടുള്ള പോലെ ഇരിക്കുന്നു. വീഡിയോസ് ഒക്കെ മ്യൂസിക് അല്ലേ ഇത്? സത്യം പറയാ, സത്യം പറ. അതെ, ഫോളോ ചെയ്യണ്ടോ? ആ ഫോളോ അല്ലേ വിശ്വാസിക്കല്ലേ? അയ്യോ, എന്നിട്ടേ ബാബേ അണ്ണന്റെ ചിരി, അണ്ണന്റെ ചിരി. ഇക്കാടെ ചിരി ഇതാണ്. ഓ, ഫോളോ ഒക്കെ ചെയ്തിട്ട് പാട്ടൊക്കെ എന്നോട് പാടാൻ പറ്റത്തില്ല. പാട്ട് പാടിയാൽ മാത്രമാണ് 2 എന്റെ പാട്ടായിരിക്കും. ഇന്നെന്റെ പരിതേ വാണം അടിക്കണം. കിടന്ന് വന്നെടുത്തിട്ടോ. അടുത്തത് ക്ഷീണം പുതു ദിനങ്ങളിൽ പുതു പയ്യന്മാരെ വാൾപേപ്പർ മാറ്റി പോലെ മാറ്റിക്കൊണ്ട് നീ അത് ചോദിക്കുമ്പോ പറയാണ് ബെസ്റ്റിയാണ്, ഫ്രണ്ടാണ്, മൈരാണ്, എന്തൊക്കെ പറയുന്നു നീ. വേണ്ടെന്റെ മച്ചാനെ പെണ്ണുങ്ങൾ വേണ്ടെന്നെ ഇവളൊക്കെ ബേജാറാണ്. വേണ്ടെന്റെ മച്ചാനെ പ്രേമങ്ങൾ വേണ്ടെന്നെ ഇവിടാകെ സീനാണെന്നേ. ഇങ്ങനൊരു തമിഴ് പാട്ടില്ലടാ. എടാ, ഇങ്ങനൊരു തമിഴ് പാട്ടുണ്ട്. തപ്പെടുത്ത് ഞാൻ പറയും, തപ്പെടുത്ത് ഞാൻ വരും. എന്റെ പൊന്നു, ദേ ഒരു മുടിച്ചി. ഹായ്, ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടിയായിരുന്നു. ഈ കാണുന്ന ഗിഫ്റ്റ് ഒക്കെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. സ്വർണ്ണല്ല, സ്വർണ്ണത്തെ കവറിലെ ഒരു ഡ്രസ്. ഓക്കെ, ബട്ട് 2 കണ്ടീഷൻ ഉണ്ട്. ഇന്നെന്റെ ബർത്ത്ഡേ പ്രോഗ്രാം നിങ്ങളെ കാണാറുണ്ട്. വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. വിഷുവിടെ നല്ല ഫാനാണ്. വിഷുവിടെ ചിരിയാണ്, അതാ മെയിൻ. ഓം ശാന്തി. ഇനി അടുത്ത വിഷു അടുത്തയിലേക്ക് പോവാണ്. എന്റെ മച്ച, ദേ സാരിക്ക് എടുത്തൊരു ക്യൂട്ട് കുട്ടി. ഹായ്. അയ്യോ, ഹായ്. ആക്ച്വലി ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. വമ്പൻ ഗിഫ്റ്റ് ഒക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അടിക്കാൻ പോണേ. ബട്ട് 2-3 കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആ ഭാഗ്യവതി ഞാനാവട്ടെ. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ, ഒരു റാപ്പ് സിംഗറിനെ ഫോളോ ചെയ്തിരിക്കണം. എല്ലാത്തിലും വരും. അന്നത്തെ ചിരിയാ മെയിൻ. വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ശരി, ഫോളോ ചെയ്യണ്ടോ? ഓടിപ്പോ. പാട്ടൊരു പാട്ട് വേഗം ഓടിക്കും. ഒരു പാട്ട്.
പണ്ടൊരു ജോത്സ്യൻ എന്നോട് പറഞ്ഞു 18 വയസ്സിൽ നീ വേറെ ലെവല. അത് കേട്ട് ക്ഷമയോടെ 18 വരെ ഞാൻ മൈരാണ്. അവിടുന്ന് ശനിയുടെ വരവായി മാനഹാനി ധനനഷ്ടം ഒരു കൂട്ട കീഴിൽ. വീട്ടുകാരെ തലക്കുളി എൻ ചെവി കീഴിൽ. നാട്ടുകാരെ പ്രാക്കെല്ലാം എൻ തല കീഴിൽ. ആ കൂടി ഉണ്ടായിരുന്ന ലൈനും കൂടെ തെച്ച്. ജോലിയും കൂലിയും ഉണ്ടെങ്കിലോ മോനെ വാവേ ഇല്ലെങ്കിലോ പോടാ മൈരേ. 18 വയസ്സിൽ തുടങ്ങിയ വിധിയ അവിടുന്ന് എല്ലൊടിയുന്ന പണിയാ. കൊള്ള ഒരു ട്യൂണൊക്കെ ഉണ്ട്. ഈ പുഷ്പപ്പുണ്ടാവുന്ന നിൽക്കുന്നു തമിഴ് മറ്റേ തിരുവനന്തപുരത്തെ അങ്ങോട്ട് മാറിപ്പോട്ടെ. വിശ്വടാ വന്നിട്ട് വിശ്വ കണ്ടോട്ടെ എന്നാ വീഡിയോക്ക് വേണ്ടിയാണ്. എനിക്ക് ഈ കുട്ടിയോട് വളരെ ക്രഷ് തോന്നി. അല്ല ഇവരോടാണ് ഞാൻ ഐശ്വര്യലക്ഷ്മിക്കാൻ നോക്കണം. ശരിയാരും പോരാ, മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വീഡിയോക്ക് വേണ്ടിയാണ് ബ്രോ. എന്തിനു വേണ്ടിയാ? റാപ്പ് സിംഗിനെ അറിയാൻ അറിയാൻ വേണ്ടിയാ. ആരാണ്? വിശ്വ. ഇപ്പൊ അവന്റെ സമയമല്ലേ, വിശ്വ അറടിക്കുകയാണ്. ഇന്ന് പോയടാ വാഷ്റൂമിലേക്കാണ് തന്നെ ഫോണും കൊണ്ട് വന്നിരിക്കുന്ന ക്യാമറ കൊണ്ട് പോയെന്ന് പോയടോ. എന്താണ് മോനെ വാഷ്റൂമിൽ ഇരിക്കുമ്പോണോ ഒരു ഒറിജിനാലിറ്റിയാണ്. ക്യാമറ കൊണ്ട് വന്നേ? നീ ഓൾറെഡി പറയാ ഞാൻ ഒരുങ്ങി നിക്കൂലേ. പിന്നെ നീ വിഷയനെ പറ്റി പറ സംസാരിക്കാനല്ലോ അറിയോ? പിന്നെ എന്ത് ചോദിക്കണ് ഇത്ര പോളത്തിലല്ലേ നീ ചോദിച്ചോണ്ടിരിക്കണേ? വിഷയ മ്യൂസിക്കിനെ പറ്റി അതിനെ അറിയാലോ. അവന്റെ ഫാനും കൂടിയാ. കട്ട വേണോ? പിന്നെ നല്ല ഫാനും കൂടിയാ അവന്റെ. എടാ ഇവൻ എന്താ ഇതിന് ദിവസക്കൂലിയോ മാസക്കൂലിയോ? എന്റെ വിശ്വ കമന്റ് വരെ ഇടാറുണ്ടോ? മണി അടിച്ചിട്ടില്ല. മണി നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എന്റെ പോക്കറ്റിലാണ്. ചാറ്റിങ്ങും കോളിങ്ങും ഫ്രീ ആകാൻ ടൈമില്ല. ബ്രേക്കപ്പും സെറ്റപ്പും ഇൻസ്റ്റൽ ന്യൂ റിക്വസ്റ്റും ഓൾഡെല്ലാം ബ്രേക്കപ്പും. എണ്ണൽ തീരാത്ത ചിക്സുകൾ 6 മണി മുതലേ തുടങ്ങുന്ന കോളും കിടന്നാൽ ഇരുന്ന ഒറ്റപ്പെട്ട സ്ഥലത്തൊരു വെടിക്കെട്ട് സാധനം. ഹായ്, എന്തായിരുന്നു? ഒരു ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടിയാണ്. ക്രിസ്മസ് സ്പെഷ്യലാണ്. ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. ശരി, പിന്നെന്താ വേണ്ടേ? എനിക്ക് വേറെ ഗിഫ്റ്റ് മതി. എന്ത് ഗിഫ്റ്റ്? ഞാൻ പറയുന്ന വാങ്ങി തരുമോ? പറ, എന്താ വേണ്ടേ? 2 ബിയർ വാങ്ങി തരും. ഇത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യണം. എന്തായിരുന്നു? ഞാൻ പറഞ്ഞ ഒരാളെ ഫോളോ ചെയ്തിരിക്കണം. അതുകൂടാതെ അദ്ദേഹം പാടി ഏതെങ്കിലും പാട്ട് പാടണം. നോക്കാം. പേരെന്തായിരുന്നു? വിശ്വ മ്യൂസിക്. ഓ അറിയാലോ. വേറെ കാണണ്ട, എനിക്ക് അത് മാത്രം കേട്ടാൽ മതി. ലിപ് ലോക്ക് നായകൻ അലൻ ജോസ് പെരേരയ്ക്ക് നമ്മുടെ ബാഡ് ഡേ പാടണം എന്നൊരാഗ്രഹം. ഈവൻ ബാഡ് ഡേ കറക്റ്റ് ആയിട്ട് പാടിയാൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. അതും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ്. ഹായ് ബ്രോ. ഹായ്, നമസ്കാരം. ബ്രോ, നമ്മൾ പാട്ടൊക്കെ കറക്റ്റ് ആയിട്ട് പാടൂലേ? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ വന്നു. അപ്പൊ ഞാൻ ബാഡേ പാടാൻ വേണ്ടി തന്നെ വന്നത്. കറക്റ്റ് ആയിട്ട് പാടിയാൽ നമ്മളൊരു ഗിഫ്റ്റ് തരും. അതും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് എന്താ കാര്യം? നമ്മൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് ഇട്ടുണ്ട്. ഹാറാട്ടന്റെ ലിപ്പ് മതിയോ? കളിയാക്കിയാണ്. ബ്രോയ്ക്ക് എന്താ ആഗ്രഹം? എനിക്ക് സണ്ണിയിലുണ്ട് ലിപ് ലോക്ക്. ലിപ് ലോക്ക് സണ്ണി ലിയോണ്ടിയോ? എന്റെ പൊന്നോ. അല്ലെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടിയുടെ ലിപ് ലോക്ക്. ഈ വീഡിയോ ഓടാ തള്ളയോളി തന്തരക്കയുടെ മോന്റെ മോനെ പട്ടിത്തായളി തച്ചോളി തായോളി. എങ്ങനെ വിളിക്കുക അപരാധി മോനെ? അങ്ങനെ പച്ചയ്ക്ക് അപരാധം പറയുന്നത്. എത്ര പ്രാവശ്യം കാണാതെ പഠിച്ചു? ഒരു 100 അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം 2-3 കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? വിശ്വ മ്യൂസിക് അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ വിശ്വ പാടി ഏതെങ്കിലും റാപ്പ് സോങ് കാണാതെ പാടിയിരിക്കണം. ഈ പ്രോഗ്രാം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫോളോയും ചെയ്യുന്നുണ്ട്, കമന്റും ചെയ്യാറുണ്ട് എല്ലാ പോസ്റ്റിനും. ഐഫോൺ എടുക്ക്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കാണിച്ചു തന്നെ, ഫോൺ കാണിക്ക്. അല്ല കാണിച്ചു തരാം. നിങ്ങൾ പാട്ട് അപ് ടു ഡേറ്റ് കാണാറുണ്ടോ? ആ ഉണ്ട്. ഫാനാണോ? ആ വിഷയുടെ ഭയങ്കര ഫാനാണ്. ഏതൊക്കെ പാട്ട് കാണാതെ അറിയാം? അറിയാം. കാണിച്ചൊക്കെ തരാം. പക്ഷെ ഐഫോൺ തന്നില്ലെങ്കിൽ നീ വിവരം അറിയും. തരാടേ, നീ കാണിക്കാദ്യം. ഓക്കെ, ഇനി ഏത് പാട്ടാ പാടാൻ പോണേ? ഇവിടെ മാത്രമേ തരുള്ളൂ. പാട്ടൊന്നും എനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ. വേറെ എന്തോ ചെയ്യാം. എന്തും ചെയ്യോ? ആ എന്തും ചെയ്യാം. ചെയ്യും. ആ
ചെയ്യാം. ഉറപ്പ് ഉറപ്പ് ചെയ്യും. ചെയ്യുംന്ന്. എന്താണല്ലേ വേറെന്തും ചെയ്യാം. എന്നാ പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഫോൺ തരും, ഇല്ലെങ്കിൽ തരും. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. അപ്പൊ പിന്നെ ഐഫോൺ ഇല്ല, അപ്പൊ അങ്ങനെ പാട്ട് പാടണം. ഫണ്ടുള്ളപ്പോ വണ്ടിയില്ല, വണ്ടിയുള്ളപ്പോ ഫണ്ടില്ല, രണ്ടുള്ളപ്പോ മൂടില്ല, മൂടുള്ളപ്പോ ടൈമില്ല. അണ്ടിയുള്ളപ്പോ തുളയില്ല, തുളയുള്ളപ്പോ അണ്ടിയില്ല. എന്തോ പാട്ടൊക്കെ അല്ലേ. പെണ്ണുങ്ങളെ ലൈൻ അടിച്ച പെണ്ണുങ്ങൾ തേച്ചപ്പം മൈൻഡ് ആകെ ഡാർക്ക് അടിച്ച് ട്രിപ്പ് അടിച്ച് ബിയർ അടിച്ച് ബോങ്കടിച്ച് ബോറടിച്ച് ഒടുവിൽ ഞാനോ ഒറ്റയായി ബോറടിച്ചപ്പം ജോബി കേറി പെണ്ണ് വേണ്ടെന്ന് ഇരുന്ന എന്നെ വീട്ടുകാര് ശല്യം ചെയ്തു തുടങ്ങി. കെട്ടടാ കെട്ടടാന്ന് പറഞ്ഞു സൗര്യം കെടുത്തി. ഇങ്ങോട്ട് വാ 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 വാ. எனக்கு உங்களை தெரியும். എപ്പിടി உங்க ரீல் இன்ஸ்டால எல்லாம் பார்த்துருக்கு. നമ്മൾ ഫോളോ பண்ணிருக்கா? ஆ വീഡിയോസ് എല്ലാമേ പാക്കുമാ? எல்லாமே பார்க்கும். ഏത് പാട്ട് தெரியும்? பேட் டே போட்டலியா அந்த பாட்டு. അവന്റെ അവസാനത്തിൽ തൊലി ഉണ്ടല്ലോ, അതിനകത്ത് കേട്ടിട്ട് ഫാനാണോ? ஆமா. ഞാൻ നിർത്തുക. ഒരുത്തൻ ഒരു ക്യാമറയും ഒരു പറയും എടുത്ത് നാട് മൊത്തം ഇറങ്ങും. പറയറിയാവോ പറ നല്ല പാട്ടൊക്കെ ചെയ്യുന്ന പയ്യനാ. എനിക്ക് അവൻ്റെ ചില പാട്ടൊക്കെ ഇഷ്ടമാണ്, ഉള്ളവരെ പറയണമല്ലോ. ആ ട്യൂണും ആ ഇതൊക്കെ കൊള്ളാം. പക്ഷേ അവൻ്റെ എല്ലാ പാട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പറയുന്ന ഞാൻ ഏതാണെന്ന് ചോദിക്കുന്ന റായലുകളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ കുറേ തെറിയുണ്ട്. എങ്ങനെ പറയായിരിക്കും? അതിൻ്റെ ഇടയ്ക്ക് അലൻ ജോസ് പെരേരയൊക്കെ പറയുന്നത് കേട്ടോ, ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതൊന്നും അല്ല, ഭയങ്കര ക്ഷീണം മുഖത്തുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ക്ഷീണോ, ഷൂട്ടൊക്കെ കഴിഞ്ഞു. 14 ഓഗസ്റ്റ് ഫെബ്രുവരി 14 ഒരു വീഡിയോ ഇറങ്ങും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ള. കേരള ജനക്കൂട്ടം വിക്കിടെക് പവർഡ് ബൈ രമാവേണു. താങ്ക് യു. അയ്യോ അവന്റെ തൊലി എങ്ങനെയായിരുന്നു?